കേരളത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്. ഈസ്റ്റി പ്രസൻസ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. കത്തും തീയാടുമ്മ നെഞ്ചിൽ കനലാടുമ്മ പുള്ളിപ്പുകയുന്ന കളിയായുമ്മ. എന്താണ് കടന്നുറങ്ങിക്കൊണ്ട് തുണിയാവും കണ്ടോണ്ടിരിക്കണത്? പാപ്പാനെ. ഏതാനയുടെ പാപ്പാന? ആനിന്റെ പാപ്പാനല്ല, എന്റെ പാപ്പാനെ. പാപ്പാനല്ല, ഒരു താപ്പാനയാ. ഉമ്മ ബാപ്പയ്ക്ക് വല്ല വിവരം ഉണ്ടോ? എടോ, അതിപ്പോ മൂപ്പർ ഇവിടെ ഉള്ളപ്പോഴും ഒരു വിവരം ഇല്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. ഉമ്മാനെ കല്യാണം കഴിച്ച് ഞങ്ങൾ രണ്ട് മക്കളായി കഴിഞ്ഞപ്പോ ബാപ്പ നമ്മൾ ഉപേക്ഷിച്ച് പോയല്ലേ? വർഷം 15 വല്ല വിവരം ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ബാപ്പാനെ ഓർത്തിട്ടിരിക്കണം. മൂപ്പര് വരൂ. എന്ന് വരും? ഞാനൊരു കാര്യം വന്നേക്കാം. വാപ്പ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, ഞങ്ങളുടെ ഈ കാക്കമാർക്ക് കൊടുക്കാനുള്ള വിഹിതം അങ്ങ് കൊടുത്തേക്കണം. അന്ന് തരൂ സ്വത്ത്. എപ്പോ നോക്കിയാലും ബാപ്പതേ നാളെ വരും നാളെ വരും എന്ന് പറയണല്ലോ, വന്നില്ലല്ലോ. നാളെ 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 എന്ന് പറയാൻ പാപ്പ എന്നാ ലോട്ടറി ടിക്കറ്റാ? സാഹിബാ, ഉമ്മ ബാപ്പ എന്ന് വരും വെച്ചിട്ടാണത്. മോനെ, ഇതുപോലൊരു പെരുന്നാളിന്റെ അന്നാണ് മൂപ്പര് ഇവിടുന്ന് പുറപ്പെട്ടു പോയത്. അതെ, അന്നൊട്ട് മൂപ്പർക്ക് ഇഷ്ടമുള്ള ആട്ടുന്തലയും കാത്തു വെച്ച് ഞാൻ ഇരിക്കാണ്. മൂപ്പര് എന്തായാലും ഈ പെരുന്നാളിന് വരൂ. ഇത് ഈ ഉമ്മാക്ക് ആട്ടുന്തല ഒറ്റയ്ക്ക് തിന്നാനുള്ള അടവല്ലേ ഉമ്മ? എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് സ്നേഹം എന്താണെന്ന് അറിയോ? അതെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്തായിരുന്നെന്ന് എനിക്കറിയോ? ഞാൻ മൂപ്പരെ കാണുന്ന എവിടുന്നാന്ന് എനിക്കറിയോ? ഓളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് പറയും. എനിക്ക് 15 വയസ്സുള്ളപ്പോ മൂപ്പര് ഇവിടെ അറവനമുട്ടില്ലേ? അതിന് വന്നാണ്. ആദ്യം ഒന്ന് മുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി. ഞാൻ കാണാത്ത പോലെ നിന്ന്. പിന്നുണ്ട് 1 മുട്ടി 2 മുട്ടി 3 മുട്ടി ഇങ്ങനെ. ഞാൻ അറിയാതൊന്ന് ചിരിച്ചും പോയി. പിന്നെ അതൊന്ന് തഞ്ചത്തിൽ അങ്ങ് ആക്കിയെടുത്ത് രാത്രി 1 മണി ആയപ്പോഴേക്കും എന്റെ മുറിന്റെ വാതിൽ ഇങ്ങനെ മുട്ട്. ആര്? എന്റെ ബാപ്പ അറവനുട്ടാരാ അബൂബക്കറ്. എന്റെ മോനെ, ഞാൻ അങ്ങനെ നോക്കി നിന്നപ്പോ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു എന്താണ്? ഒരു ഫ്ലൈയിങ് കിസ്. പിന്നെ കണ്ണറിഞ്ഞ് ഞാൻ നോക്കും പണ്ട് തീവണ്ടിയിലാ. മൂപ്പരെ കൂടെ അങ്ങ് പോന്നി. ആ തീവണ്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ സ്വത്ത് ഞങ്ങൾക്ക് എഴുതി തരണം. ഞങ്ങൾക്ക് ഈ വീട് പൊളിച്ച് ഒരു ബ്യൂട്ടി പാർലറാക്കാണ്. എന്താണ് ബ്യൂട്ടി പാർലർ? അന്റെ ഈ മോന്തം കൊണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് ഇവിടെ ആര് വരാനാണ്? ഈ വീട്ടിൽ കൂടി ആരും വരാതെ ഔട്ട്. അവനോട് പറയ് സ്വത്ത് വല്ല പലചരക്കച്ചവടം നടത്താലോ. ഒരു സ്വത്തും തരാൻ പാടില്ലാതെ 4 ആളും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാണ്. ബാപ്പ എന്ന് ഇവിടെ വരുന്നോ അന്ന് തരും സ്വത്ത്. ഇനി അതിന് വേണ്ടിട്ട് ഇന്റെ നേരെ വരരുത് കേട്ടോ. ആരാ? ബക്കറ. ടക്കറ? ടക്കറല്ല മോനെ, ബക്കറെ. അബൂബക്കർ. അയ്യോ ബാപ്പ മയ്യത്തായിട്ട് 10 വർഷമായി. എന്റെ ബാപ്പ മയ്യത്തായതിന് നീ എന്തിനാണ് കടന്ന് വെള്ളം വെക്കണത്? നിങ്ങളുടെ ബാപ്പയാണോ മയ്യത്തായത്? എന്റെ ബാപ്പ മയ്യത്തായ കാര്യം. നിങ്ങളുടെ പേരെന്താണ് ശരിക്കും? അബൂബക്കർ. ഇത് എന്താ മോനെ, എനിക്ക് മനസ്സിലാവില്ലല്ലോ. കൊച്ചിനെ വാപ്പയെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങള് വാശി പിടിപ്പിച്ചു. ഉമ്മ ഞങ്ങൾക്ക് ആനപ്പാപ്പാനെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയിക്കണ്ട, എന്റെ ബാപ്പ ആനപ്പാപ്പനായിരിക്കും. നിങ്ങൾ തമാശകൾ. നിങ്ങൾ ഇത്ര കാലം എവിടെയായിരുന്നു? ഞാനോ?
ഞാൻ ബോംബെയില്. ബോംബെയിൽ എവിടാ? ബോംബെയില് ഒരു സ്ഥലം ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താ പണി? മാംസ കച്ചവടം. അപ്പൊ റെഡ് സ്ട്രീറ്റിലായിരുന്നല്ലേ? ആ മാംസ കച്ചവടം അല്ല മോനെ, പിന്നെ? ഇത് ഇറച്ചി വെട്ടി. ഇറച്ചി വെട്ടാ? ഇറച്ചി വെട്ടി. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ ഉമ്മാനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ ഭയങ്കര കഷ്ടമായി പോയി. എടാ എനിക്ക് എന്റെ ഉമ്മാനൊന്നും അറിയില്ല മോനെ. അറിയില്ലേ? എടാ ഞാൻ ഇതുവരെ ഞാൻ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയനാ? ആ എന്ന് വെച്ചാ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? അപ്പൊ ഫ്രഷാ. ഫ്രഷ് അല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ബാപ്പ പുറപ്പെട്ടു പോയിട്ട് 15 വർഷമായി. അബുബക്കർ എന്നാണ് പേര്. ബാപ്പ തിരിച്ചു വന്നാലും ഉമ്മ ഞങ്ങൾക്ക് ഈ സ്വത്ത് തരുവുള്ളൂ എന്നാണ് പറയണത്. അതുകൊണ്ട് നിങ്ങളൊരു സഹായം ചെയ്യണം. ഞങ്ങളുടെ ഉമ്മാനെ നിക്കാഹ് ചെയ്ത് ഞങ്ങളുടെ ബാപ്പയായിട്ട് ഇവിടെ കഴിയണം. നിങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ. ഞാൻ പള്ളിയിൽ നിന്ന് വന്നോണ്ട് അന്നെ ഒന്നും പറയുന്നില്ല. ഞാൻ എന്നാലും എന്നോട് സംസാരിക്കില്ല. ഞങ്ങളുടെ ഉമ്മാനെ കെട്ടി ഞങ്ങൾ 2 ട്രോഫി ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ? എനിക്ക് അങ്ങനെയുള്ള ട്രോഫി വേണ്ട, ഞാൻ അധ്വാനിച്ച് നേടുന്ന ഒരുത്തനാണ്. എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ്, മുഞ്ചുള്ള മുഖമുള്ള സുഹറ. എൻ കിനാവിലുള്ളൊരു പെണ്ണാണ്, കരിമഷി കണ്ണുള്ള സുഹറ. തരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ള ഉമ്മയാണ്. ഒരു ദിവസം നിൽക്കാം, ഒരു ദിവസം ബാപ്പായിട്ടൊക്കെ നിൽക്കാം. ഒരു ദിവസം ഒരാഴ്ച നിർബന്ധിച്ച ഒരാഴ്ചയൊക്കെ നിൽക്കാം. ഒന്നുമില്ല ഉമ്മ, പേര് അബൂബക്കർ എന്നാണേ. അതെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ബാപ്പ പുറപ്പെട്ടു പോയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ബാപ്പ വന്നാലേ സ്വത്ത് തരുവുള്ളു. അപ്പൊ പുള്ളി പറയണ പുള്ളി ബാപ്പയായിട്ട് ഒരു ദിവസം ഒരാഴ്ച ഉമ്മയുടെ കൂടെ നിക്കാന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലേ, പുള്ളി പറഞ്ഞു. അല്ല നിങ്ങൾ വന്നേ, എന്തോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ബാപ്പ തിരിച്ചു വരണം. ബാപ്പ തിരിച്ചു വരണമെങ്കിൽ ഇതിനെ അടിച്ചൊന്ന് മയ്യത്താക്കാം, അപ്പൊ അയാൾ വരും. ഇതെന്തോ ഒരു സാധനമാണ് ഇത്. അല്ല അല്ല ഒന്നും ആലോചിച്ചിട്ട്. എനിക്ക് ആലോചിക്കണ്ടേ, ഇത് ഹിമാറാണ് അത്. എനിക്കൊന്നും തിന്നാൻ വേണ്ടടാ. വേണം അങ്ങോട്ട് വരാ. ഇത് സ്വത്തിന് ആരോ വന്നേക്കണേ. ഇതാരാ? ദേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാത്തീ? അനാവശ്യമാണോ താൻ കാണിച്ച്? ഞാൻ തന്നെ ആവശ്യം കാണിച്ചു. ഏറ്റവും പ്ലെയിൻ കിസ് കൊടുക്കാൻ താനാരാണോ? എനിക്ക് പ്ലെയിൻ കിസ്സേ കൊടുക്കാൻ അറിയൂ, അല്ലാതെ പ്ലെയിൻ മേടിച്ചു കൊടുക്കാൻ എന്റെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ബോധം പോയിന്ന്. നമുക്ക് അങ്ങനെയാണ്, അവള് പണ്ടേ അങ്ങനെ എന്തായാലും കേട്ടാ ഉടനെ അങ്ങ് ബോധം കിട്ടും. പിന്നെ ആരാടോ താൻ? ഞങ്ങളുടെ വീട്ടിൽ കയറി ആരാണ് താൻ അവള് ഇവളെന്നൊക്കെ വിളിക്കാനായിട്ട്? ഞാൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നോട് പറയും ഞാൻ ആരാണെന്നും അവൾ ആരാണെന്നും താൻ ആരാണെന്നും അവൻ ഏതാണെന്നും. ഇതേതാണ്? ഒരു നല്ല സിനിമയിലെ കിടിലൻ ഡയലോഗായിരുന്നു, പറഞ്ഞു പൊളിച്ചു കളഞ്ഞു. എന്താണുമ്മ? എന്റെ ബാപ്പയാണത്. പാപ്പ ഇത്രയും കാലം എവിടെ ആയിരുന്നു പാപ്പ? അതൊക്കെ ചോദിക്കാനല്ലേ ഞാനിവിടെ 15 വർഷമായിട്ട് ഞാൻ നോക്കിക്കേണ്. നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും കാലം? അതായത് ഞാൻ 15 വർഷത്തിന് മുമ്പ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞല്ലോ. അതെ. ഒരു ജോലി അന്വേഷിച്ചാണ് ഞാൻ പോയത്. അയ്യോ, അറിയാമോ, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണ്ടേ? ഒരു പണി അന്വേഷിച്ച് ഞാൻ കണ്ണൂരിന് പോയി. കണ്ണൂർ ചെന്നപ്പോ അവിടെ പണി കിട്ടിയില്ല. അവിടുന്ന് ഞാൻ നേരെ കാസർഗോഡിന് പോയി. കാസർഗോഡ് ഞാൻ കുറെ അലഞ്ഞു, പണി കിട്ടിയില്ല. പിന്നെ ഞാൻ ചാടിയത് നേരെ ഗോവയിലേക്കാണ്. അവിടെ എനിക്ക് പണി കിട്ടി. അവിടുന്നെങ്കിലും കിട്ടിയേക്കണ്. 8ന്റെ പണി കിട്ടി, മുട്ടം പണി കിട്ടി. കയ്യിൽ പോക്കറ്റ് കാലിയായി, തിരിച്ചു വരാനുള്ള വണ്ടിക്കൂടുമില്ലാതെ ഞാനിങ്ങനെ വിഷമിച്ച് ഗോവൻ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. ആ കടപ്പുറത്തുള്ള ഒറ്റ ഒരെണ്ണത്തിന് തുണിയില്ല. ഞാൻ കുറച്ചു നേരത്തെ കണ്ട് ആസ്വദിച്ചപ്പോൾ ഇത് ഇവിടുത്തെ ആചാരമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ തുണിയും പറിച്ചാൽ കളഞ്ഞു. എന്നിട്ട് കടലിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് കടലിലേക്ക് ചാടിയപ്പോഴല്ലേ രസം, മീനുകൾ അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ കിടന്ന് പുളയുകയാണ്.
മീനാണ്. മീന്റെ ഈ കടി കൊണ്ട് ഇങ്ങനെ പൊളയുകയാണ്. ഇത് കണ്ടോണ്ട് ഒരു സായിപ്പ് കരയുന്നുണ്ട് പറഞ്ഞു, സീ ദാറ്റ് ദിസ് ഈസ് എ വാട്ടർ ഡാൻസ് എന്ന്. അവിടെ കയറി ഞാൻ പിടിച്ചു. അങ്ങനെ അന്ന് മുതൽ ഞാൻ വാട്ടർ ഡാൻസർ അബൂബക്കറാണ്. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടികൾ കൊയ്യാമായിരുന്നു. നമുക്കൊരു ഡാൻസ് ബാർ തുടങ്ങാമായിരുന്നു. അബൂബക്കർ, 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 നീ എവിടെയായിരുന്നു എത്ര കാലം? നീ എവിടെയായിരുന്നു എത്ര കാലം? ഓർമ്മയില്ല. ചങ്ങായിയാണ് നല്ലോണം കൊടുക്കി. 15 വർഷത്തെ സ്നേഹമാണ് മോനെ. കൊടുക്കി കൊടുക്കി. നാളുകളെ പിടിച്ചു മാറ്റണം, ഇവരെന്നെ കൊല്ലും. അവിടെ നിന്നേ. ഇതെന്തിനാ ഇങ്ങനെയാണ് സ്നേഹം കാണിക്കണത്? സ്നേഹമൊന്നുമല്ല ഇത്. പിന്നെ ഞാൻ കൊല്ലും. എന്താ കാര്യം എന്താന്ന്? 15 വർഷത്തിന് മുമ്പ് എന്റെ ഭാര്യ സൈനബാടെ കടുത്തേ കിടന്ന ഒരു സാധനം, എന്ത് പണയമ്മക്കാരാന്ന് പറഞ്ഞ് ഒരു ഡിക്കോളാസ്. കടുത്ത പെണ്ണുങ്ങളുള്ള ഒരു ഡിക്കോളാസ്. അത് ആ നെക്ലസ് ഞങ്ങൾ മക്കൾ തരാം. പ്രശ്നം ഉണ്ടാക്കട്ടെ. ഉറപ്പായിട്ട് തരാം. ഉറപ്പായിട്ട്. നല്ലൊരു പെരുന്നാൾ തോറ്റ് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാതെ എന്റെ മക്കൾ നിന്റെ നെക്ലസ് എടുത്തു തരും. ചെല്ലി പാപ്പ, ഞങ്ങൾ തന്നോളാം. നിങ്ങൾ എങ്ങനെ പറഞ്ഞു? അയാൾ ചുമ്മാ അയാളെ മക്കളല്ലേ നിങ്ങൾ കളത്തരം. അല്ല, ബാപ്പാടെ സ്വത്ത് ഞങ്ങൾക്ക് തന്നു കഴിയുമ്പോ ഞങ്ങൾ നിങ്ങളുടെ നെക്ലസ് എടുത്ത്. അതെ. ബാപ്പാടെ സ്വത്ത് ഞങ്ങൾക്ക് തന്നു കഴിയുമ്പോ. ഏത് സ്വത്ത്? ബാപ്പാടെ സ്വത്ത്. എടാ, നിങ്ങളുടെ വാപ്പ നിങ്ങൾ ഉമ്മിച്ച വിളിച്ചിറക്കൊണ്ട് വന്നതാണോ? അതെ. അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണോ? അതെ. ലീഗലായിട്ട് അവരുടെ കല്യാണം നടന്നിട്ടില്ല. അപ്പൊ ലീഗലായിട്ട് ഉണ്ടാകുന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മാത്രമേ ആ പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യമുള്ളൂ. അയ്യോ, നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? വാപ്പ വേറെ കല്യാണം കഴിപ്പിക്കാം. പാപ്പാനെ ഒന്നുകൂടെ കല്യാണം കഴിപ്പിക്കാം. പാപ്പാനെ വേറെ നിക്കാന്ന് പറഞ്ഞാ പറഞ്ഞ കേക്കോ? പാപ്പ എനിക്ക് തോന്നണില്ല. ഉജീവെന്ന് പറഞ്ഞു നോക്ക്. നീ പറ. നിങ്ങൾ പറ. നിങ്ങളെന്തോ ഈ തറ പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഏതായാലും ഒരു തറയൊന്ന് പറയാ. അല്ല പാപ്പ, എന്തോടാ പറയടാ. അല്ല പാപ്പ, എന്ത് പാപ്പ? ഒന്നുകൂടെ ഒന്ന് കെട്ടിയാലോ എന്നൊരാലോചന. ഓക്കർത്തനം പറയരുത്. തോന്നിവാദം പറയുന്നടാ. ആരുടെ മുഖത്ത് നോക്കിയാണ് ഇത് പറയുന്നത്? നിനക്കൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടിട്ട് വീട് നിനക്ക് ഒരു ഭാര്യയില്ലേ? അയ്യോ, പിന്നെ വീണ്ടും നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മോശമല്ലേ? ഞാനല്ല, അവനെ കെട്ടണ കാര്യമല്ല. പാപ്പ ഒന്ന് കല്യാണം കഴിച്ചാലോ? പാപ്പാനെ കൊണ്ടൊന്ന് കെട്ടിച്ചാലോ എന്നാ ഞങ്ങൾ ആലോചിച്ചേ. ആണോ? ചുമ്മാ പറയാ. സത്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാ ആണോ പാപ്പ? നിങ്ങളാണ് മക്കള്. നിങ്ങളാണ് മക്കള്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എന്റെ ഗോവയില് എന്റെ ഡാൻസ് കമ്പനിയിൽ ഒരു നല്ല ഒരു പീസുണ്ട്. ആനി എന്നാണ് പേര്. അവളെ ഞാൻ ഇനി കൊണ്ടുവരാം. നിങ്ങൾ പെണ്ണന്വേഷിച്ച് നടക്കണ്ട. അവളെ അങ്ങനെ കൊണ്ടുപോകണ്ട. എന്താ എടോ, തന്റെ പെണ്ണുമ്പളെ ഒന്നുകൂടെ കല്യാണം കഴിക്കുന്ന ആരെയോ പിള്ളേർ പറയുന്നത്? ഉമ്മാനെ ഒന്നുകൂടെ നിക്കാഹ് കഴിക്കാനായിട്ട്. മണ്ടയില്ലാത്ത തെങ്ങിൽ ഇനി എന്തിനാണ് ഞാൻ കയറുന്നത്? പാപ്പ ഉമ്മാനെ വിളിച്ചിറക്കൊണ്ടല്ലേ? അതെ. അപ്പൊ ലീഗലായിട്ട് കല്യാണം കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വത്തുക്കൾ തരാൻ പറ്റുള്ളൂ. അതിന് സ്വത്തുക്കൾ ആര് തരുന്നു? പാപ്പയുടെ സ്വത്തുക്കൾ ഞങ്ങൾക്കുള്ളല്ലേ. അപ്പൊ പാപ്പക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അതിന് ലീഗലായിട്ട് ഉമ്മാനെ ഒന്നുകൂടെ കല്യാണം കഴിക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ വിവാഹം കഴിക്കണം നിയമപരമായിട്ടില്ലേ? അത്രേ ഉള്ളു. ലീഗലായിട്ട് കല്യാണം കഴിക്കണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നടത്തിയാലോ? ഇപ്പൊ തന്നെ നടത്താൻ പറ്റുന്നത്? അതങ്ങനെ നടത്തും. ഇത് ഇവര് തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഇവരിപ്പോ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുതിയ പെണ്ണും ഒരു പുതിയ ചെറുക്കനും കാണുന്ന പോലെ ഇവര് തമ്മിൽ ഒന്നുകൂടെ പെണ്ണ് കാണുന്നു. പെണ്ണ് കാണാനായിട്ട് ഇപ്പൊ ചെറുക്കം കൂട്ടരും ഒക്കെ വരാനായിട്ട് ആരെ വിളിക്കാനാണ്? ചെറുക്കനുണ്ടല്ലോ. ചെറുക്കനുണ്ട്. ഒരു കാര്യം ചെയ്യും, നീയും നിന്റെ പെണ്ണുമുള്ളയില്ലേ പെണ്ണൂടെ ചെറുക്കന്റെ കൂട്ടത്തില്ലേ? ചെറുക്കന്റെ വീട്ടുകാരായിട്ട് ചെറുക്കന്റെ വീട്ടുകാരായിട്ടല്ലേ? നീയും പെങ്ങച്ചും കൂടെ പെണ്ണിന്റെ വീട്ടുകാരായിട്ടില്ല? ഓക്കെ. ഹലോ, ഞാനിപ്പോ ആരായിട്ട് നിക്കണോ? നിങ്ങൾ മാമ അല്ല ബ്രോക്കർ. അതിനങ്ങോട്ട് മാറി. നമ്മൾ വേറെ വീട്ടിൽ നിന്ന് വരുമല്ലേ? ഇയാളെ പൊട്ടാ. ഇതാണ് പെങ്കൊച്ചിന്റെ വീട്. എങ്ങനുണ്ട്? മാട്ട സെറ്റപ്പ് ആണല്ലോ. നമുക്ക് വേറെ നോക്കാം. ഇയാളെ പോണേ. ഇത് ഇപ്പൊ രണ്ടാമതുണ്ടാക്കി ഇയാളും ഇയാളെ വീടല്ലേ? ആരെയും കണ്ടില്ല. അയ്യോ, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. തൊട്ടപ്പുറത്താണ് ആശുപത്രി. അങ്ങോട്ട് പോ. ചുമക്കണല്ലേ എല്ലാരും? അല്ല, ഞങ്ങള് കുറെ ആൾക്കാർ മുറ്റത്ത് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കാണാനായിട്ട്. അതെ അതെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചെറുക്കനെ കൊണ്ടുപോകാനായിട്ട്. എന്താ പേരെന്താ? ഓ, അവൻ അറിയത്തില്ല. പെണ്ണ് കാണാൻ വന്നേ കാറ്റായിട്ട്. സർവശ്രീ വാട്ടർ ഡാൻസർ അബൂബക്കർ. അതെ. വാട്ടർ ഡാൻസർ എന്ന് വെച്ചാ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ബുദ്ധിമറിയും. ഡോൾഫിൻ എന്ന് പേരിട്ടൂടെ? പെണ്ണിനെ വിളിക്കാം. നോക്കിക്കോ, കണ്ടോണം. ഇനി കണ്ടു കഴിഞ്ഞിട്ട് അതും പറയും. പോകുമ്പോൾ
പെണ്ണ്. നീ തനി നാടൻ പാവാട എന്താ പേര്? സുറ. അപ്പൊ വെഡിങ് ചെറുക്കന് ഇഷ്ടമായ സ്ഥിതിക്ക് കല്യാണം ബാക്കി കാര്യം നടന്നല്ലേ? അപ്പൊ കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് നാളെ രാവിലെ 10 മണിക്ക് സൂറയും അബൂബക്കറുമായിട്ടുള്ള ലീഗലായിട്ടുള്ള കല്യാണം. എങ്ങനെ നിക്കാഹും കാര്യങ്ങളൊക്കെ നടത്താം? അപ്പൊ ഒരു പണിയാം, ചെറുക്കനെ വിളിക്ക്. ചെറുക്കനാണ്. ചെറുക്കനാത്. ഇതാണ് ചെറുക്കൻ. അപ്പൊ ഈ നിക്കാഹ് നടത്താനായിട്ട് വാപ്പ വേണം, വാപ്പാനെ വിളിക്ക്. അതെന്നാ വാപ്പ? വാപ്പയാണ്. നിങ്ങൾ എന്താണ് ഈ പറയണ? ചെറുക്കനാണ്. വാപ്പയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പൊ എന്താ പ്രശ്നം എന്താ? അതെ, ഇപ്പൊ ഈ നിക്കാഹ് നടത്തി കൊടുക്കുമ്പോ ചെറുക്കന്റെ വാപ്പ വേണം കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ബാപ്പയുടെ കയ്യിൽ നിന്ന് നീട്ടിക്കേ. നീട്ടിക്കേ. ഇനി ചെറുക്കന്റെ കയ്യിൽ നിന്ന് നീട്ടിക്കേ. നീട്ടിക്കേ. ഇനി ബാപ്പയുടെ കൈ പിടിച്ച് ചെറുക്കന്റെ കയ്യിലേക്ക് വെച്ച് പ്രശ്നം തീരട്ടെ. നടത്തിക്കോ. ലീഗലായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. ലീഗലായിട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ലീഗലായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി ചടങ്ങുകൾ പാല് കുറച്ച് കുടിച്ചിട്ട് ബാപ്പ കൊടുക്ക്. പാലാണോ ചോക്ക് പൊടി കലക്കിയതാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ സൂറ. എന്തോ സൂറ എന്താണീ? സൂറ എന്താണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? കുടിച്ചി. എനിക്ക് വേണ്ട, എനിക്ക് ഷുഗറാണ്, പഞ്ചാരയുടെ അസുഖമുള്ളതാണ്, എനിക്ക് വേണ്ട. അതെ, ഈ ശർക്കരയും പഞ്ചാരോട് ഇവിടെ ഇരുന്ന് പാവ് കാച്ചാതെ രണ്ടുപേരും അകത്തോട്ട് പോ. പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് എന്റെ ഡിക്കോളസിന്റെ കാര്യം ഒന്ന് പെട്ടെന്ന് അത് ഞാൻ റെഡി ആയിക്കോളാം. ഇനിയിപ്പോ ലീഗലായിട്ട് കല്യാണം കഴിഞ്ഞോണ്ട് സ്വത്ത് കിട്ടുമല്ലോ. വേറെ കുഴപ്പമൊന്നും. ആയിക്കോട്ടെ. സന്തോഷം. വല്ലപ്പോഴൊക്കെ പള്ളിക്ക് ഒന്ന് വരണേ. ഓക്കെ. ഇപ്പൊ നിനക്ക് സമാധാനമല്ല. വന്നോ, നമ്മളതിനെ ഇവിടെ നിൽക്കണം. എന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞില്ല ഇതൊന്നും നടക്കാൻ പോണില്ലാന്ന്. ഞാൻ വിചാരിച്ച ഇങ്ങനെ ആവൂന്ന്. എനിക്കറിയായിരുന്നു. വിളിക്ക്. വന്നേ. രണ്ടുപേര് പോര്. എന്താണ്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 5-6 മാസമായി. സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അത് പാപ്പാട് പറഞ്ഞിട്ടുണ്ട്, പാപ്പ എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗലായി കല്യാണം കഴിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ. തരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങനെ പിടക്കണതിനാണ്. വാപ്പ ഇവിടെ ഉണ്ടല്ലോ, വാപ്പ ഇനി അങ്ങോട്ട് പോകൂല. എന്നാ ചോദിക്ക്. ആരോട് ചോദിക്കാനായിട്ട്? വാപ്പ ചോദിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം? ഒന്നുമില്ല വാപ്പ. അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായില്ലേ ലീഗലായിട്ട്. അപ്പൊ സ്വത്ത് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എഴുതി തരികയാണെങ്കിൽ അതിന് നിങ്ങൾ വിഷമിക്കണ്ട. അത് അതിന്റെ സമയത്ത് യഥാസമയത്ത് അതങ്ങനെ അങ്ങ് നടന്നുകൊള്ളു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഉമ്മക്ക് വയറ്റ് എന്തെങ്കിലും കുഴപ്പമില്ല. വയറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാപ്പ ഒരു സന്തോഷ വാർത്ത പറയാൻ മറന്നു കേട്ടോ. എന്താണ്? വാപ്പ ഒരു വാപ്പയാകാൻ പോവുകയാണ്. ഇത്രയും നാള് ഞങ്ങളുടെ വാപ്പ വാപ്പയായിരുന്നല്ലോ. അതല്ല, പിന്നെ വാപ്പ ഇപ്പൊ ഒരു വാപ്പയാകാൻ പോവുകയാണ്. വീണ്ടും വാപ്പ. അപ്പൊ ഞങ്ങളുടെ സ്വത്തിന്റെ കാര്യം? ഞാൻ ലീഗലായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ടുണ്ട് കുട്ടിയാണത്. അതെ. അപ്പൊ എന്റെ സ്വത്തുക്കൾ മൊത്തം ലീഗലായിട്ട് കല്യാണം കഴിച്ച കുട്ടിക്കുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇല്ലീഗൽ. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിട നെഞ്ചിനാകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നോലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ കടന്ന് ചെറിയ പെരുന്നാൾ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെയും കോമഡി നൈറ്റ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.
ഈ ചെറിയ പെരുന്നാളിന് ഒരു പെരുന്നാൾ ചിത്രത്തിന്റെ വിശേഷവുമായാണ് ഇന്ന് നമ്മുടെ അതിഥികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. വിനയ് ഫോർട്ട് നായകനായി എത്തുന്ന തമാശ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായി തമാശയിലെ അഭിനേതാക്കൾ നമ്മുടെ കോമഡി നൈറ്റ്സിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് അവരെ സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിനയ് ഫോർട്ട്, ദിവ്യപ്രഭ, ഗ്രേസ് ആന്റണി ആൻഡ് നവാസ്. വെൽക്കം. നമസ്തേ. 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 എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇന്നലെ ഞാൻ കണ്ടേ ഉള്ളൂ. നമ്മുടെ നവാഗതനായ അഷ്റഫ് ഹംസ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് അത്. സമീർ താഹിറാണ് ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. തമാശ എന്നാണ് ചിത്രത്തിന്റെ പേര്. അതിന്റെ നായകനാണ് വിനയ് ഫോർട്ട്. ഒരുപാട് സന്തോഷം. നായിക ഇവിടെ നിൽക്കുകയാണ്. 2 പേരുണ്ട് അല്ലേ? 4 പേരുണ്ട്. 4 പേരുണ്ട് നായികമാരാണ്. അല്ല, പൊതുവെ സിനിമകളിൽ നായികയൊന്നും ഉണ്ടാകാറില്ല. അപ്പൊ കിട്ടിയപ്പോ 4 കിട്ടി. ദിവ്യപ്രഭ, പിന്നെ ഗ്രേസ് ആന്റണി, പിന്നെ നമ്മുടെ മിമിക്രിക്കാർക്ക് അഭിമാനമായ ഒരു നവാഗത പ്രതിഭയാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ടി വിയിൽ കണ്ട് ഞാൻ ഒത്തിരി ടൈം നോക്കി നിന്നു, ചിരിച്ചു. നേരിട്ട് കാണാൻ ഒരു അവസരം ഇപ്പോഴാണ് ഉണ്ടായത്. നവാസ്, അഭിനന്ദനങ്ങൾ. ഇപ്പോൾ സിനിമയിൽ അങ്ങോട്ട് കാലുവച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. ഓക്കെ. മാഷേ, നിങ്ങൾക്കിപ്പോ എന്തോ ഒരു ഇതാവണില്ലേ? എന്ത്? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ശരിയാ. അപ്പൊ ശരിക്കും എന്താണ് ഇതിനകത്തുള്ള ആ ഒരു ഇത്? ആ ഒരു ഇതെന്താ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തമാശ റിലീസാണ്. എല്ലാം തിയേറ്ററിൽ പോയിട്ട് കാണാം. ഗ്രേസിന് ഇങ്ങനെ ഒരു ഗ്രേസ് ഉണ്ടെന്ന് ഗ്രേസിന് എങ്ങനെയാണ് മനസ്സിലായത്? ഗ്രേസ് എന്നെ ഒരു ഇതാക്കുവാണോ? ഇല്ല, ഞാനും സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒത്തിരി സ്വപ്നങ്ങളായിട്ട് വന്നതാണ്. അപ്പം ആദ്യം ഹാപ്പി വെഡ്ഡിങ്ങിലൂടെയാണ് വരുന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു സിനിമയിൽ അവരുടെ ഭാഗമാവാൻ പറ്റുമെന്ന്. കുമ്പളങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഷൈജുക്ക് അവിടെ നിന്ന് വിളിച്ചതാണ് എന്നെ തമാശയിലേക്ക്. അപ്പം നേരെ ഒരു ഭാഗ്യത്തിൽ നിന്ന് വേറൊരു മഹാഭാഗ്യത്തിലേക്ക്. അപ്പൊ ഇതിലെ ക്യാരക്ടർ എന്താണ്? ഇതില് വിനയേട്ടൻ ചെയ്യുന്ന ശ്രീനിവാസൻ എന്നാണ് വിനയേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നേരെ ഓപ്പോസിറ്റ് സഫിയ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അതിലൊരു മുസ്ലിം ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ വിശദമായിട്ട് സംസാരിക്കാം. വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, സഫിയ വരൂ, കാണാം. ഇനി അടുത്തൊരു താരം ഇവിടെ നിൽക്കുകയാണ്. ദിവ്യപ്രഭ ഉണ്ട്. കൊണ്ടുവന്നില്ലേ? പേരിലുള്ളതുകൊണ്ട് പിന്നെ അത് എടുക്കണ്ട. ദിവ്യപ്രഭയുടെ ഈ തമാശയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തമാശയിൽ ആ പാട്ട് എന്തായാലും എല്ലാവരും കണ്ടു കാണും. ശ്രീനിവാസൻ സാറിന്റെ കൂടെ തന്നെയുള്ള ടീച്ചറാണ്. ഇനി അടുത്ത വിശേഷം എന്ന് പറയുന്നത് നമുക്ക് മിമിക്രിക്കാർക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു പ്രതിഭയാണ് നവാസ്. ന്യൂ ജനറേഷൻ മാമുക്കോ എന്ന് വരെ പലരും ഇങ്ങനെ വിളിച്ച് കിടക്കുകയാണ്. എന്താണ് അങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം? സുഡാനി ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത്? സുഡാനി ഇറങ്ങിയതിന് ശേഷം അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ, നിങ്ങളായാലും മാമുക്കോയൊക്കെ ആണെങ്കിലും ഒക്കെ. പിന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരെ ടീമിൽ എത്തിപ്പെട്ടതാണ്. നമ്മൾ സമീർ ഖാൻ, ഷൈജു ഖാനിലൊക്കെ. തീർച്ചയായിട്ടും. അപ്പൊ ജീവിതം തന്നെ ഇപ്പൊ പുതിയ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി വിനയോട് ഒരു ചെറിയ ഒരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ദൈവം ഒരുപക്ഷെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു 3 വരം തരാമെന്ന് പറയുകയാണ്. 1, നല്ല കിടിലം കഥാപാത്രം അവിടെ വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ വിനയ്ക്ക് എടുക്കാം. 2, കുറേ പണം. 3, നല്ല മുടി. അയ്യോ അയ്യോ കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. അയ്യോ
മുടി വേണ്ട. മുടി മുടിയുള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. ഈ കഥാപാത്രം കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈ സിനിമ തമാശ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം ഡെഫിനറ്റ്ലി എനിക്ക് മൈൽ സ്റ്റോൺ ആണ്. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു കരിയർ തമാശക്ക് മുമ്പും തമാശക്ക് ശേഷം എന്നുള്ള തരത്തിൽ ആളുകൾ സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പക്ഷേ ഈ കഥാപാത്രത്തിന്റെ അപ്പുറത്തേക്ക് ഇത് ആര് ഡയറക്റ്റ് ചെയ്യുന്നു, ഏത് ടീമാണ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. ശ്യാം പുഷ്കർ എഴുതുന്നു, ദിലീഷ് പോത്തൻ ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം അതല്ലേ എടുക്കും. നിനക്ക് തന്നിട്ടല്ലേ ആദ്യം ഞാൻ എടുത്തോണ്ട് പോകും. ഇനി കുറച്ച് സമയം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ചിറ്റിക്കുരുവി പൂവാലി ചെല്ലക്കുരുവി വാസന്ത മധുവിധുരാവി. നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. അതിലൊരാള് മലയാളികൾക്ക് ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഒരു ഫാമിലിയിലെ മെമ്പറെ പോലെ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഗായകനാണ്. മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഉസ്താദാണ് ഇദ്ദേഹം. പ്രശസ്ത പിന്നണി ഗായകനാണ് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ ശ്രീ അഫ്സൽ. ഇനി ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മറ്റാരുമല്ല, നമ്മുടെ മാപ്പിളപ്പാട്ടുകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന കണ്ണൂർ ഷെരീഫ്. പറയൂ, എന്തൊക്കെയുണ്ട് പെരുന്നാൾ വിശേഷങ്ങൾ? എത്ര സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയി? വീട്ടിൽ തന്നെ ആയിരുന്നു, കുറച്ചേ പുറത്തു പോയി കഴിച്ചിട്ടുള്ളൂ. കട വിശേഷം? നല്ല വിശേഷം. നോമ്പെന്ന് പറയുമ്പോൾ പ്രായമായില്ല, അപ്പൊ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഷെരീഫ് ഇവിടെ തന്നെയായിരുന്നു പറഞ്ഞത്, കേരളത്തിന്റെ തന്നെയായിരുന്നു. സി കേരളത്തിന്റെ ഒരു ഭാഗവാക്കാണ്. കാരണം സരിഗമ എന്നതിന്റെ ഒരു ജഡ്ജും കൂടെയാണ് അദ്ദേഹം. ഇനി നമ്മുടെ പ്രേക്ഷകരെല്ലാരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെരുന്നാൾ ദിവസമായിട്ട് നല്ലൊരു പാട്ട് കേൾക്കാൻ. അപ്പൊ നിങ്ങൾ ആരാണ് ആദ്യമായിട്ട് പാടാൻ? ഷെരീഫ് ക ഉസ്താദ് തന്നെ ആദ്യം പാടി. तू बड़ी माशा अल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तू बड़ी माशा अल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना. അടുത്ത് അഫ്സലിന്റെ പാട്ട്. മെഹർബാ മെഹർബാ ഏ പുതുക്ക പെണ്ണേ മെഹർബാ 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 പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടിൽ കണ്ണു വയ്ക്കണ പുതുമണവാളൻ മെഹർബാ മെഹർബാ കള്ളിപ്പെണ്ണേ മെഹർബാ കഞ്ചകപ്പൂഞ്ചെണ്ടിനത്തൊരു മുത്തേ മെഹർബാ നാളെ ഇരസപ്പൂങ്കാവനത്തിൽ മധുവിധുവല്ലേ रज़िया മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ നിന്റെ പകിട്ടിൽ കണ്ണു വെക്കണ പുതുമണവാളൻ ഇപ്പൊ ഷരീഫക്ക ഗൾഫിലുള്ള സ്റ്റേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പാട്ട് ഏതാ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നോട് പാടാൻ പറയുന്നത് ഒരു കത്ത് പാട്ടുണ്ട്, അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി. അത് ഈ പ്രവാസികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് പ്രവാസിക്ക് വേണ്ടിട്ട് പാടാം. അബുദാബിയിലുള്ളോരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്തുകിട്ടി എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപേരുക്കി
കരളിൻ ചുടുരക്തമഷിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല കോർത്തോരുക്കി. ഹലോ, നമസ്കാരം. നമസ്തേ, ഞാൻ സുരാജ്. നിങ്ങൾ സുരാജ് ആണെങ്കിൽ ഞാൻ എന്ത് വേണം? അല്ല, പതിവില്ലാതെ പല്ലിയേക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അത് എനിക്ക് ഫംഗ്ഷനിൽ ഒരു പാട്ട് പാടാണ്ട്. ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്, പാട്ടാടാണ്ട്, അതുകൊണ്ടാ പല്ലി വെച്ചത്. ഇതാണ് അടുത്ത. സുഖമാണ്. ഞാൻ പുതിയ സിനിമ കണ്ടിരുന്നു, ഒരു എമണ്ടൻ പ്രേമകഥ. താങ്ക് യു. അതിൽ നല്ലൊരു റോളായിരുന്നല്ലോ ചെയ്തത്. അതെ. ശരിക്കും കാശൊക്കെ കിട്ടി കാണൂല്ലേ? ആ, കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടി. ഒരു 5000 റുപ്പി കാശായിട്ട് എടുക്കണ്ടോ? അതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവൂല. എന്തായാലും ഒരു 500 രൂപയൊക്കെ സംഘടിപ്പിക്കും. മതി, 500 രൂപ മതി. ഓക്കെ. പിന്നെ എന്തിനാ നിങ്ങൾ 5000 ചോദിച്ചു? ഒരു 5000 രൂപ ചോദിച്ചാലല്ലേ ഒരു 500 രൂപ തരത്തുള്ളൂ. ശരി. അതെ, ചേട്ടാ കൊള്ളാവോ? ആ, സാരി കൊള്ളാം. സാരി അല്ലെന്ന്, എന്നെ കാണാൻ കൊള്ളാവോന്ന്. നിന്നെ കണ്ടിട്ട് എനിക്ക് കൊല്ലാൻ തോന്നുക. ആൾക്കാർ കേൾക്കണം, കേക്കട്ടെ. പ്രത്യേകിച്ച് സുരാജ് കേൾക്കണം. എടി, നീ അങ്ങനെ എന്റെ മുന്നിൽ വലിയ ഷൈനൊന്നും ചെയ്യണ്ട. കോടതിയിലെ ഒരുപാട് എണ്ണത്തിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജിയാ. ഇവിടെ പക്ഷെ ഞാൻ ഇയാളെ തൂക്കിക്കൊല്ലും. ഓർഡർ ഓർഡർ ഓർഡർ. ഓടാനോ? നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റോടുന്ന നിങ്ങൾക്ക് കാണണോ? സുരാജ്, എന്റെ ഒരു വിധി എന്നാണ് പറയേണ്ടത്. എനിക്കെന്ത് ഇതേപോലെ ഒരു ഭാര്യ തന്നത്. എന്റെ സുരാജ്, ഇത് കേട്ടോണേ, ഇതേപോലെ ഒരു മണ്ടും ഭർത്താവ് എനിക്ക് എന്തിനാണോ ദൈവം തന്നത്. അതെ സുരാജേ, എന്റെ ആഗ്രഹം ഒരു 6 പാക്ക് ഒക്കെ ഉള്ള ഭർത്താവിനാണ് ആയിരുന്നത്. എന്നിട്ട് കിട്ടിയതോ മൊത്തം അരച്ചാക്ക് പോലും ഇല്ലാത്തൊരണത്തിന്. എന്റെ സുരാജ്, നിങ്ങൾ എല്ലാരും കേട്ടോണം, ഇവളെ വിചാരം എനിക്കെന്തോ കിട്ടിയതുപോലെ. എനിക്ക് കിട്ടിയത് എന്താ? ഒരു കാലിച്ചാക്കിനെ. എടി, നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഡാഡി ഡാഡി എന്ന് വിളിക്കില്ലെന്ന്. നീ എന്നെ അച്ഛന്ന് വിളിച്ചാ മതി. അയ്യോ, എന്റെ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഡാഡി എന്നല്ല വിളിച്ചത്. പിന്നെ ഐ കോൾ മീ ഡാഡ് ആൻഡ് ഡി. ഓ, ഞാൻ കാര്യം പറഞ്ഞു. മമ്മി, എന്റെ മുഖത്ത് പുരട്ടാൻ വെച്ചിരുന്ന എന്റെ ഫേസ് ക്രീം കണ്ടോ? ഞാൻ കണ്ടില്ല മോളെ. എന്ത് വർത്താനാ മോളെ നീ പറയണത്? നമ്മൾ ഇന്ന് പോണ ഫംഗ്ഷന്റെ അവിടെ ഐസ്ക്രീം ഉണ്ട്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പല പല ഐറ്റമുള്ള ഐസ്ക്രീമാണ് അവിടെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ തിന്നൂടെ? ഞാൻ ഐസ്ക്രീമിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എന്റെ മുഖം വെട്ടി തിളങ്ങാൻ വെച്ചിരുന്ന എന്റെ സ്വന്തം എന്റെ ഫേസ് ക്രീം, അത് കാണാനുള്ള ഫേസ് ക്രീം. അതൊന്നും നേരെ പറഞ്ഞൂടെ? മോനെ പപ്പു, നീ മമ്മിയുടെ ഫേസ് ക്രീം കണ്ടോടാ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. അപ്പൊ നിന്റെ കൈയിരിക്കുന്നത് പേസ്റ്റ്? അയ്യോ, ഇവന്റെ കൈയിരിക്കുന്ന പേസ്റ്റ് ഒന്നും അല്ല. ഞാൻ എന്റെ മുഖത്ത് പുരട്ടാൻ വെച്ചിരുന്ന എന്റെ ഫേസ് ക്രീം ചേർക്കാൻ പല്ലി. ഞാൻ പല്ലിക്കണം എന്തിനാ? ഏതായാലും വെളുത്ത പോരെ. ഓ, എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഫേസ് ക്രീം. ഇത് വിശ്വസിച്ച് ഇതൊന്നും മേടിച്ച് തേച്ചേക്കല്ലേ കുടുംബം മൊത്തം വിളിക്കും. അത് കറക്റ്റാ. ഈ ഫേസ് ക്രീം എന്നൊക്കെ പറയുന്നതൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ കുടുംബം വിളിക്കും അല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയി പോകുന്ന ഫംഗ്ഷൻ എന്താണ്? എന്റെ കൂട്ടുകാരന്റെ ഫംഗ്ഷൻ, ഈദ് മുബാറക്കിന്റെ ഫംഗ്ഷൻ. ആണോ? സുന്ദര കുട്ടപ്പനായി ഫംഗ്ഷന്റെ അവിടെ ഇവനൊരു കിടുക്കാച്ചി പാട്ട് ഞാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവനാണ് അവിടുത്തെ ഹൈലൈറ്റ്. ആ പാട്ടൊന്ന് സുരാജിൽ പാടിക്കൊടുത്തരാ. പാട്ട് പാടിക്കൊടുക്കടാ. നിങ്ങൾ ഏത് ഫംഗ്ഷനാ പോകുന്നത്? നമ്മള് ഈദ് മുബാറക്കിന്റെ. ഇവൻ പാടിയത് മലയാളോ തമിഴോ? മലയാളം. ഇത് കവിതയാണോ പാട്ടാണോ? കവിത.
കവിത. ഇത് അവിടെ ചെന്ന് കവിതയാണെന്ന് പറഞ്ഞിട്ടേ പാടിപ്പിക്കാവൂ കേട്ടോ. ശരി, ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് അടിച്ചു പൊളിക്കുക കേട്ടാ. ഇന്ന് ആ ഫംഗ്ഷൻ അടിപൊളിയായിരിക്കും. കനകച്ചിലങ്ക. നമ്മുടെ വേദിയിൽ ഇനി അടുത്തതായിട്ടൊരു തകർപ്പൻ പെർഫോമൻസുമായിട്ട് ഒരു കലാകാരൻ എത്താൻ പോവുകയാണ്. ശ്രീ പ്രജിത്ത് കൈലാസം. ആദ്യമായിട്ട് ടി വിയിൽ സ്പോട്ട് ഡബ് ചെയ്ത ഒരു കലാകാരനാണ്. നിറഞ്ഞൊരു കൈയടി കൊടുത്ത്. ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് പരിപാടി ചെയ്യാൻ പോകുന്നത്? കുറച്ച് താരങ്ങളുടെ ശബ്ദവും പിന്നെ ഒരു സ്പോട്ട് ഡബിങ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം കാവ്യ ചേച്ചിയുടെ ശബ്ദം. കാവ്യ മാത്രം. എന്തോരം ആൾക്കാരാ അവിടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ എന്താ പറയുക, കോമഡി നൈറ്റിൻ്റെ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോടൊപ്പം ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും ചറപറയുടെ റേഷനരി വാങ്ങിച്ച് കഴിക്കുക. എന്താ സ്വാദ്, എന്താ മയം. 2 രൂപയുള്ളൂ. സത്യം പറഞ്ഞാൽ ചറപറയുടെ പഴങ്കഞ്ഞി നല്ല രസമാണ്. എല്ലാവരും കുടിക്കണം കേട്ടോ. അടുത്തത് കോട്ടയം പ്രദീപേട്ടൻ. സോമനിപ്പഴാ ഊളയായത്. നിനക്ക് പട്ടാലയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, പുളിമാത്തുണ്ട്, ചപ്പിളിമുക്കുണ്ട്, കാരേറ്റുണ്ട്. നീ മിനി മിൽട്ടയാണോടാ കളിക്കുന്നേ? എനിക്കും കൂടെ തരുമോ മൊബൈൽ? അടുത്തത് നമുക്ക് സ്പോട്ട് ഡബിങ്ങിലേക്ക്. റെഡി. അരുതുരാക്ഷസാ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്, കാടിന്റെ മക്കളുടെ കൂട്ടക്കരച്ചിലിൽ കാനനം വിറകൊണ്ടു നിൽപ്പൂ. കാട്ടാനക്കൂട്ടങ്ങൾ ജഡമായി മാറുന്നു, എത്ര കഠിന ഹൃദയരാണ് നമ്മൾ. എന്നെ സംബന്ധിച്ച് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. സിനിമ എന്നൊരു മാധ്യമത്തിലൂടെ അതൊക്കെ സാധിച്ചെന്ന് പറയാം. ഇപ്പോൾ ക്ലാസ്മേറ്റ് എന്നൊരു സിനിമ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പനൊരുപാട് ഇടിയിട്ടിയല്ലേ? ആദ്യത്തെ ഇടി നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ എഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രമല്ല, ഇനി നിന്നെ ഇടിക്കുന്നമാരെ ഒക്കെ നീ തോപ്പിക്കണം. വിനയ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഞാൻ പിന്നെ അണ്ണന്റെ ഒരു സംഭവം കേട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പരസ്യം അനൗൺസ്മെന്റ് ചെയ്യുന്ന ഫീമെയിൽ ടോൺ ഞാൻ അങ്ങനെ സംഭവം ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾ അടിച്ച സർട്ടിഫിക്കറ്റ് തരുവാ. ചെയ്തോ. കൈലാസം ശ്രീ ശക്തി ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമകം ഈ വരുന്ന ഏപ്രിൽ 7 മുതൽ. കാര്യപരിപാടികൾ രാത്രി 7:30 പരപ്പിൽ കർമ്മന സംഗമം അവതരിപ്പിക്കുന്ന കാക്കാരിച്ചി നാടകം. ഫീമെയിൽ വോയിസ്. ഫീമെയിൽ വോയിസ് മുമ്പ് ഈ പെൺകുട്ടികളെയൊക്കെ നമ്മൾ കൊണ്ടിരുത്തി രാത്രിയൊക്കെയാണ് ഡബ്ബിങ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരിക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരെയും കിട്ടാതെ വരാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് മെയിലും ഫീമെയിലും. ഇപ്പോൾ അതിനുശേഷം എൻ്റെ അനിയനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിഗംഭീരമായിട്ട് പ്രജിത്ത് ചെയ്തിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കൽവില് മുന്തിരി ചാറുണ്ടോ? യുദ്ധത്തിന്റെ ഇക്കുമത്തിലല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. കാത്തു നൽകാത്ത നിസ്കാരത്തായം പിന്നെ പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കൽവില് മുന്തിരി ചാറുണ്ടോ? ഇസത്തിന്റെ ഹിക്കുമത്തിലല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്ത് നൽകാത്ത നിസ്കാരത്തായം പിന്നെ പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. തനതെന്ത താനതെന്തെന്തിന്നോ, താനെന്നെ താനതെന്ത താനിന്നോ. താനതെന്ത താനതെന്തെന്തിന്നോ, താനെന്ന് താനതെന്ത താനിന്നോ.
14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ മാണിക്യപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മുഞ്ചോറും മോറ് മുത്തുപ്പൂവേതളൊത്ത് ഇലുങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളിൽ കൊടുക്കാൻ പൂരി മാണിക്യപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മുഞ്ചൂറും മോറ് മുത്തുപ്പൂവിരളൊത്ത് ഇലുങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളിൽ കൊടുക്കാൻ പൂരി ഞാലിയലിക്കത്തിട്ട് 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 കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട് ഞാലിയലിക്കത്തിട്ട് 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 കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. എന്തായാലും നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷത്തിൽ രണ്ടുപേരും വന്ന് പങ്കെടുത്തതിൽ പാട്ട് പാടിയതിൽ എല്ലാം സന്തോഷം. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പെരുന്നാൾ അടിച്ചു പൊളിച്ച് ഞാൻ ആഘോഷിക്കും. എനിക്കറിയാം ഇവിടുന്ന് ഇറങ്ങിയാൽ നേരെ ഫ്ലൈറ്റിലാണ് കയറി പോകുന്നത്. അപ്പോൾ പോയി അവിടെയൊക്കെ എല്ലാവരുടെയും സന്തോഷമൊക്കെ പകർന്നു കൊടുത്തിട്ട് വരും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. എല്ലാ ആശംസകളും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഷെരീഫ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളൊരു ചെറിയൊരു കാര്യം, നമ്മളൊക്കെ ഗൾഫിൽ എപ്പോഴും പ്രോഗ്രാമിൽ ഷെരീഫാണെങ്കിൽ കൂടുതൽ പ്രാവശ്യം പ്രോഗ്രാംസിന് പോകാറുണ്ട്. അതേപോലെ തന്നെ ഒരു കലാകാരൻ നമുക്ക് മാപ്പിളപ്പാട്ടിലുണ്ടായിരുന്നു, എരിഞ്ഞോളി മൂസക്കായി നോമ്പിൽ നമ്മളെ വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം മാപ്പിളപ്പാട്ടുകളുടെ ഒരു എന്താ പറയുക എൻസൈക്ലോപീഡിയയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും അതും ഈ അവസരത്തിൽ ഓർക്കുക.